ആറി അങ്ങനെ തങ്ങളുടെ ബുള്ളറ്റ് 650 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് 650cc ക്ലാസിക് കൊണ്ടുവന്നു. ആ സാധനം ആർക്കും വേണം. അങ്ങനെ കമ്പനി വീണ്ടും ബുള്ളറ്റ് 650 ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കേസ് ഈ ക്രൂയിസർ ബൈക്കിൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ ചെറിയ രീതിയിൽ വൈബ്രേഷനും ഉണ്ട്. അതായത് 90 കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വൈബ്രേഷൻ തുടങ്ങും. ഈ മോട്ടോർ സൈക്കിൾ 90 മുകളിലോട്ടൊക്കെ പോയി ഒട്ടും നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ നൽകുന്നില്ല. 650cc ക്രൂയിസർ ബൈക്കിടെ ക്ലാസിക്കും വരാൻ പോകുന്ന ബുള്ളറ്റ് ഒന്നും സിറ്റി ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളുകളല്ല. ഒന്ന് നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ 100ന് മേളിൽ വേഗതയിൽ ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഫീൽ നമുക്ക് ലഭിക്കുന്നു. 350cc ബുള്ളറ്റിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ആ കാരണം ഇത് നൽകുന്നില്ല. എഞ്ചിനിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. 47 HP 52 Nm ടോർക്ക് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 243 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. റണ്ണിങ്ങിൽ വലിയ ഭാരം നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നിർത്തി നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇത്രയും വലിയൊരു മോട്ടോർ സൈക്കിൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ 19 ഇഞ്ചിന്റെ സ്പോക്ക് വീലും ബാക്കിൽ 18 ഇഞ്ചിന്റെ വീലുമാണ് നൽകിയിരിക്കുന്നത്. വണ്ടിക്ക് വരുന്ന കളറുകൾ കാനോൺ ബ്ലാക്കും ബാറ്റിൽ ഷിപ്പ് ബ്ലൂ. 3.65 ലക്ഷം രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ വിലക്ക് ഈ വണ്ടി വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ വാല്യൂ ഫോർ മണി തന്നെ. ഈ റേറ്റിന് ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള 650cc എഞ്ചിൻ മറ്റ് ബ്രാൻഡുകളൊന്നും ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പേരിന് ഒരു 650cc മോട്ടോർ സൈക്കിൾ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് വാങ്ങേണ്ട ആവശ്യമേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബിഗർ CC ആയിട്ടുള്ള കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറ്റിയിലും ഹൈവേയിലും ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ് ഇവർ കൊണ്ടുവരേണ്ടത്. ക്രൂസർ സെഗ്മെന്റ് ഈ മോഡൽ വന്നിരിക്കുന്ന ഷോട്ട് ഗൺ 650യും സൂപ്പർ മീറ്റിയോറിനെയും അടിസ്ഥാനമാക്കിയാണ്. ഡിസൈൻ ബുള്ളറ്റ് 350യുടെ സിമിലർ ഡിസൈൻ തന്നെയാണ്. അപ്പൊ ഈ മോട്ടോർ സൈക്കിളിനെ പറ്റി എനിക്ക് ഇത്ര പറയാനുള്ള കൂടുതലൊന്നും പറയാനായിട്ടില്ല. വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.